ഹേ ഗൈസ്, വെൽക്കം ടു സിനിമയിൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനിമ ടർബോ. മിഥുൻ മാനുവൽ തോമസ് റൈറ്റ് ചെയ്ത് വിശാഖിൻ്റെ ഡയറക്ഷനിൽ മമ്മൂട്ടി അഭിനയിച്ച് വന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ. അപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്, പിന്നെ ക്രിസ്റ്റോ സേവിയർ മ്യൂസിക്, പിന്നെ ഇത് പ്രൊഡക്ഷൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അപ്പോൾ അവർ പിന്നെ കാസ്റ്റിംഗ് മമ്മൂട്ടി ഉണ്ട്, രാജ്ബി ഷെട്ടി കന്നഡ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബെസ്റ്റ് റൈറ്റർ എന്നൊക്കെ പറയുന്ന ഒരാളാണ് രാജ്ബി ഷെട്ടി. പുള്ളി ഇതിനകത്ത് വില്ലൻ വേഷമാണ്. പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ജന ജയപ്രകാശ്, പാച്ചു എന്ന് അഭിനയിച്ച് ഇതിനകത്തേക്ക് വന്ന ആളാണ്. പിന്നെ വന്നത് ബിന്ദു പണിക്കർ, ശബരീഷ് വർമ്മ, അവരൊക്കെ ഉണ്ട്. ബിന്ദു പണിക്കർ ഒരു കൂൾ മമ്മി സെറ്റപ്പാണ്. ഓവറാക്കേണ്ട കുറേ സീനുണ്ട്, ഓവറാക്കിയിട്ടുമുണ്ട്, എന്നാൽ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ക്രിഞ്ചൊക്കെ വന്ന സീൻസൊക്കെ ഉണ്ടെന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് എഡിറ്റിംഗ്. ഇതിനകത്ത് ഒരു ഇരിപ്പടം തന്നെയാണ് ടർബോ. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സോ എഡിറ്റിംഗ് വാസ് റിയലി ഗുഡ്. കാരണം കുറേ POV സീൻസൊക്കെ ഉണ്ടായിരുന്നു. പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറേ ഫൈറ്റ് സീൻസും പിന്നെ കുറേ ഷൂട്ടിംഗ് സീൻസൊക്കെ സെറ്റായിരുന്നു. പിന്നെ ഫൈറ്റ് കുറേയൊക്കെ കണ്ടും അടുത്ത കുറേ ഫൈറ്റ് സീൻസാണ്. പക്ഷേ കുറച്ച് മമ്മൂട്ടി ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ നമ്മളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ ഇരുന്ന് പോകും. പിന്നെ ക്രിസ്റ്റോ സേവിയർ ഒരു വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ നല്ല തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ, അത്യാവശ്യം അറ്റ്മോസ്ഫിയറുള്ള സ്ക്രീനിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ മ്യൂസിക് സെറ്റായിരുന്നു. വെറുതെ പവർ ആയിട്ടായിരുന്നു. ക്രിസ്റ്റോ സേവിയർ ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മിഥുൻ മാനുവലിൻ്റെ റൈറ്റിംഗ്. പുള്ളിക്ക് ഇപ്പോൾ അടുത്തിറങ്ങിയ 3 സിനിമകളിലും പുള്ളിക്ക് ഒന്നില്ലെങ്കിൽ സൈക്കോ വേണം, അല്ലെങ്കിൽ കില്ലർ വേഷം വേണം. ഇതിനകത്ത് കില്ലർ വേഷമാണ്. ഇതിനകത്ത് രാജ്ബി ഷെട്ടി സ്കില്ലിംഗ് ലൈക്ക് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് വൺ സീനാണ് ഇതിനകത്ത്. അതൊഴിച്ച് പടം കഥ ഭയങ്കര ക്ലീശേ സംഭവമാണ്. ടർബോ ജോസ് എന്ന് പറയുന്ന പുള്ളിക്കൊരു ബിൽഡപ്പ് കൊടുത്ത് നമ്മൾ കുറേ വട്ടം ആ സിനിമയിൽ കണ്ട് വന്ന ഒരേ ടെംപ്ലേറ്റിൽ വന്ന സിനിമയാണിത്. അപ്പോൾ ടർബോ ജോസ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളി ഇടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി വരുന്നു. അപ്പോൾ മമ്മൂട്ടി വരുന്നു. ആദ്യം തന്നെ ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ പുള്ളിക്ക് 2 ഇടി മാത്രം കൊള്ളുന്നു, ബാക്കി എല്ലാവർക്കും നിറച്ചിടി കൊള്ളുന്നു. അങ്ങനത്തെ ക്ലീശേ ടെംപ്ലേറ്റിൽ പോകുന്ന സിനിമ ഒരു വലിയൊരു സിൻഡിക്കേറ്റ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടിരുന്നു. അങ്ങനെ സിനിമ വളർന്ന് വന്ന് അവസാനം ക്ലീശയായിട്ട് പടം അവസാനിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ടർബോ ഒരു മസ്റ്റ് വാച്ച് മൂവിയൊന്നും അല്ല, ബട്ട് ഒരു മമ്മൂട്ടി ആരാധകന് കണ്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമ തന്നെയാണ്. നല്ലൊരു പവർ ഐറ്റം തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ഒരു പടം ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം വൈശാഖിൻ്റെ സെയിം ടെംപ്ലേറ്റിൽ വന്നൊരു പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം. സോ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.